Good morning, students. Our first module is over in the last session. Today, I am starting our second module, Analysis and Interpretation of Financial Statement. Financial Statement Analysis and Interpretation. The term financial analysis is also known as analysis and interpretation of financial statement. Then financial statement in analysis and interpretation financial analysis means. Then we can see what is analysis and interpretation. What is the meaning of analysis and interpretation? Analysis and interpretation is the process of determining the financial strength and weakness of the firm by establishing strategic relationship between the items of the balance sheet, profit and loss account and other operative data. And it is a process of determining the financial strength and weakness of the firm. It's the process of ascertaining the profitability, liquidity, stability, etc. of a firm. How it is determined? Then it is determined by establishing the strategic relationship between the items of the balance sheet and profit and loss account and other operative data. But financial statements are profit and loss account balance sheet different items items relations create then ഒരു സ്ഥാപനത്തിന്റെ എന്തൊക്കെയാണ് അതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് അതിന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ സോൾവൻസി പൊസിഷൻ എന്താണ് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. Then we can see what is definition of financial analysis. Then according to Metcalfe and Tittart, analyzing financial statement is a process of evaluating the relationship between component parts of a financial statement to obtain a better understanding of a firm's position and performance. Then, എന്താണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മെറ്റ്കാഫ് ആൻഡ് ടിറ്റാർട്ട് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? They defined financial analysis or analysis and interpretation of financial statement. It is a process of evaluating the relationship between component parts of financial statement. It is the process of evaluating. Evaluate the relationship between component parts of a financial statement. Financial statements balance sheet profit and loss account different items ഉണ്ട്. ആ items തമ്മിലുള്ള relationship ആണ് നമ്മൾ evaluate ചെയ്യുന്നത്. Then എന്തിനു വേണ്ടിയിട്ടാണ് evaluate ചെയ്യുന്നത്? To obtain a better understanding of a firm's position and performance. അതായത് ഫേമിന്റെ പ്രസന്റ് പൊസിഷൻ എന്താണ്, അതിന്റെ പെർഫോമൻസ് എന്താണ്, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉള്ള ഡിഫറെന്റ് ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്, അതിന്റെ റിലേഷൻഷിപ്പ് ഇവാലുവേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് ഫേമിന്റെ അസറ്റ്സ് എത്രയാണ്, ലയബിലിറ്റീസ് എത്രയാണ്, then അതിന്റെ ടോട്ടൽ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഒരു വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെ എത്ര ലോസ് ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളാണുള്ളത്. പക്ഷേ അതിൽ ഓരോ ഘടകത്തിനും എടുത്ത് ഫോർ എക്സാമ്പിൾ ടു അസർട്ടൈൻ ദ ലിക്വിഡിറ്റി, അത് ഫേമിന്റെ ലിക്വിഡിറ്റി ആണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ ആണ്. ലിക്വിഡിറ്റി മീൻസ് ദ എബിലിറ്റി ടു പേ ഇറ്റ്സ് obligations immediately. ഇത് പെട്ടെന്ന് തന്നെ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള കഴിവ്, ഷോർട്ട് ടൈം ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള കഴിവ്. അപ്പോൾ ലിക്വിഡിറ്റി നമുക്ക് അസസ് ചെയ്യാൻ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ
കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, അതുപോലത്തെ ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടൈം ലയബിലിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് അതിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഇഫ് ഇറ്റ് ഈസ് കൺവേർട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആർ കൺവേർട്ടഡ് ഇൻ ടു റേഷ്യോസ്, ദെൻ യു ക്യാൻ സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് ഇപ്പൊ കറണ്ട് അസറ്റ് ഇത്രയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഇത്രയാണ്. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ നോക്കുന്നത് നമ്മൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നോക്കിയിട്ടാണ്. അപ്പൊ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും മാത്രം തന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഫേം ലിക്വിഡ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവ തമ്മിലുള്ള ബന്ധം, അപ്പൊ അത് അക്കൗണ്ടിങ് റേഷ്യോസ്. അപ്പൊ റേഷ്യോ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കറണ്ട് അസറ്റ്സിന്റെ എത്ര ഭാഗം കറണ്ട് ലയബിലിറ്റീസ് ആണ് ഉള്ളത്, അല്ലെ, ദെൻ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണെന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിഫറെന്റ് കോമ്പോണൻസ് തമ്മിലുള്ള ബന്ധം, ആ ബന്ധം ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും തന്നിരിക്കുന്ന ഡിഫറെന്റ് ഐറ്റംസ്, അവ തമ്മിലുള്ള ബന്ധം, ദെൻ ഈ റിലേഷൻഷിപ്പ് എന്താണോ ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും മറ്റ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇതാണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ ചെയ്യുന്നത്. The next, analysis versus interpretation. Financial analysis, we use the term analysis and interpretation. Either financial analysis, it includes both analysis and interpretation. Either analysis interpretation അടങ്ങിയതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ള ടേം. ബട്ട് ദീസ് ടു ടേംസ് ഇന്റർ റിലേറ്റഡ് ടേംസ് ആണ്, ആർ നോട്ട് സെയിം. അത് രണ്ടും ഒന്നല്ല, സെയിം മീനിങ് അല്ല. രണ്ട് ടേംസും ഇന്റർ റിലേറ്റഡ് ടേംസ് ആണ്. ദെൻ അനാലിസിസ് മീൻസ്, അനാലിസിസ് ഇൻക്ലൂഡ്സ് ബോത്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇത് അനാലിസിസ് നമ്മൾ പറഞ്ഞാൽ അനാലിസിസ് ഉൾപ്പെടുന്നു, ഇന്റർപ്രിട്ടേഷൻ ഉൾപ്പെടുന്നു. ദെൻ അനാലിസിസ് മീൻസ് simplification of financial data given in the financial statement. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് അനാലിസിസ് എന്ന് പറയുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ രോഗിയുടെ രോഗം എന്താണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു. ഇതൊക്കെ ഒരു ഡയഗ്നൈസ് ആണ്. അപ്പോൾ ആ ഡയഗ്നൈസ് കഴിഞ്ഞ ശേഷമാണ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ അനാലിസിസ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ സിംപ്ലിഫൈ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ആ സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് interpretation. Interpretation means explaining the meaning and significance of the data so simplified. അതായത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ഡാറ്റാസ് എന്താണ് മീൻ ചെയ്യുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അതായത് ആ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ ഡാറ്റാസ് എന്താണ് മീൻ ചെയ്യുന്നത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ തമ്മിലുള്ള ബന്ധം? അപ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റാസ് അനലൈസ് ചെയ്യണം. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ മാത്രം വെച്ചിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അത് തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ കുറച്ചും കൂടി മീനിങ് അല്ലെ സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്, സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് അനാലിസിസ്. അപ്പോൾ ഇന്റർപ്രിട്ടേഷന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ് അനാലിസിസ് എന്ന് പറയാം. അപ്പോൾ അനാലിസിസ് നടത്തിയാൽ ശേഷമേ നമുക്ക് ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? അപ്പോൾ അനാലിസിസ് പറഞ്ഞു ഇന്റർപ്രിട്ടേഷന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ്. അനാലിസിസ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, അനാലിസിസിന്റെ ആവശ്യമില്ല. അനാലിസിസ് നടത്തുന്നത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇന്റർപ്രിട്ടേഷൻ വിത്തൗട്ട് അനാലിസിസ് ഡിഫിക്കൽട്ട്. അതായത് അനാലിസിസ് നടത്തിയാൽ ഇന്റർപ്രിട്ടേഷൻ വേണം, ഇന്റർപ്രിട്ടേഷൻ നടത്തണമെങ്കിൽ അനാലിസിസ് നടത്തിയിട്ടുണ്ടാണ്. അനാലിസിസ് ഇല്ലാതെയുള്ള ഇന്റർപ്രിട്ടേഷൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈവൻ ഇൻ സം കേസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ.
Then next, you can see what are the objectives of financial analysis, or what are the importance of financial analysis. എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനം നടത്തുന്നത്? Then first one, to assess the earning capacity or profitability of the firm. ഒരു ഫേമിന്റെ ഏണിംഗ് കപ്പാസിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ്, ഏണിംഗ് കപ്പാസിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി, അതായത് അതിന്റെ ലാഭക്ഷമത എത്രയാണ്, ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തും. Then another objective, to assess the operational efficiency and managerial effectiveness. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, എത്ര കാര്യക്ഷമമായിട്ടാണ്, എത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് എത്രമാത്രം എഫക്റ്റീവ് ആണ്, ഇത് അനലൈസ്, ഇത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. Then next one, to assess the liquidity and solvency position of the firm. Then liquidity means short term solvency. Then solvency means long term solvency. If solvency എന്ന് പറഞ്ഞാൽ the ability of a firm to pay off its obligations. അതായത് ഒരു സ്ഥാപനത്തിന് ദൈനംദിനം ചില ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക്, അതായത് സോൾവൻസി, അതായത് ദീർഘകാലത്തേക്ക് എടുത്ത വായ്പകൾ, അതായത് ദൈനംദിന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് വാങ്ങണം, സപ്ലയേഴ്സിന് പൈസ കൊടുക്കണം, വേജസ് കൊടുക്കണം, ഇങ്ങനെ ഡെയിലി കുറേ എക്സ്പെൻസ് ഉണ്ട്, അത് മീറ്റ് ചെയ്യണം. അത് കൂടാതെ ദീർഘകാലത്തേക്കൊക്കെ സ്ഥാപനങ്ങൾ ഡിബഞ്ചറായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ കുറേ കടം സ്ഥാപനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂ ഡേറ്റിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മടക്കി കൊടുക്കണം. അപ്പോൾ ഷോർട്ട് ടൈം സോൾവൻസി ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റിയാണ്. ഇത് ദൈനംദിനം ഉണ്ടാകുന്ന ആവശ്യങ്ങൾ, ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ലിക്വിഡ് ക്യാഷ്, അതാണ് ലിക്വിഡിറ്റി സൂചിപ്പിക്കുന്നത്. സോൾവൻസി മീൻസ് ദ കപ്പാസിറ്റി ടു pay off long-term obligations, അതായത് repayment of loans and other long-term obligations and the payment of interest on that obligations. അതായത് ഈ ലോങ് ടേം ഒബ്ലിഗേഷൻസിന് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒക്കെ കൊടുക്കുന്നതിനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ ടൈം ആകുമ്പോൾ, റീപേയ്മെന്റ് ടൈം ആകുമ്പോൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് മടക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി, അതാണ് സോൾവൻസി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റിയും സോൾവൻസിയും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തും. Then another one is that identify the reasons for change in profitability and financial position. ഇത് മറ്റൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ സച്ച് ചേഞ്ച്. അതായത് നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് ഒന്നുകിൽ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും ചിലപ്പം കണ്ടീഷൻ മോശമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദാറ്റ്, അതായത് എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് ഒക്കെ വന്നത്. നമ്മൾ കുറേ ടൂൾസ് ഉണ്ട് ഇതിൽ അനാലിസിസിൽ ഉപയോഗിക്കുന്നത്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഇങ്ങനെ കുറേ അനാലിസിസ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പ്രോഫിറ്റബിലിറ്റിയിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനിലോ ഒക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് എന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് നമ്മളതിൽ കണ്ടുപിടിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, മേക്ക് ഇന്റർ ഫേം കമ്പാരിസൺ. അതായത് സ്ഥാപനത്തിനുള്ളിൽ തന്നെ കമ്പാരിസൺ നടത്തുന്നതിന് അനാലിസിസ് സഹായിക്കുന്നു. ദെൻ ഇസ് അനദർ ഒബ്ജക്റ്റീവ്. Then another objective is that decision making and control. It facilitates decision making and control. The financial analysis helps the management in taking important policy decisions effectively. Then അതുപോലെ തന്നെ it enables the control process. അത് സ്ഥാപനത്തിൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും ഈ ഫിനാൻഷ്യൽ അനാലിസിസ്, അത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിനും ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നു. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ദ ഫേം. സ്ഥാപനത്തിന്റെ പ്രോഗ്രസ് എത്രയാണെന്നുള്ളത് അസസ് ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു, പല കാര്യങ്ങൾ ഇതിൽ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അത് വെച്ചിട്ട് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ദെൻ ഇത് അസസ് ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നു. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്.
Then next, parties interested in financial analysis. ആർക്കൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ അനാലിസിസിൽ താല്പര്യമുള്ളത്? ഈ ഫിനാൻഷ്യൽ അനാലിസിസ് മാനേജ്മെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല. Then so many outsiders, different outside parties are interested in financial analysis. ഈ ഫിനാൻഷ്യൽ അനാലിസിസിൽ താല്പര്യമുള്ള, അതായത് സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ സോൾവൻസി, ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ള ധാരാളം ആൾക്കാർ ബിസിനസിന്റെ പുറത്തുണ്ട്. അപ്പം ഇന്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട് മാത്രമല്ല അനാലിസിസ് നടത്തുന്നത്, മാനേജ്മെന്റിന് വേണ്ടി മാത്രമല്ല, ഔട്ട്സൈഡേഴ്സും ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ഈ ഡാറ്റാസിന്റെ യൂസേഴ്സ് ആണ്. ദെൻ ആരൊക്കെയാണ് ഈ ഡാറ്റാസ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സ്, ഇത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയണം സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ സോൾവൻസി, ദെൻ അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്. ദെൻ അവരുടെ ഷെയറിന്റെ ഏണിങ്സ്, EPS ഏണിങ്സ് പെർ ഷെയർ എത്രയാണ്, ഡിവിഡൻഡ് എത്രയാണ്, ഡിവിഡൻഡ് റേഷ്യോ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടാവും. ദെൻ ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ ഫിനാൻഷ്യൽ അനാലിസിലൂടെ ഇത്തരം ഡേറ്റകൾ അവർക്ക് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം, മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അവർക്ക് പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിനും പ്ലാനിങ്ങിനും ഒക്കെ ദെൻ അനാലിസിസ് അവരെ സഹായിക്കുന്നു. ദെൻ ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലൈസ്, ദെൻ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലൈസ്, ദെൻ അവർക്ക് താല്പര്യം ടു നോ ദ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് അവർക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ കടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത എമൗണ്ട് കറക്റ്റ് സമയത്ത് മടക്കി കിട്ടുമോ, ഈ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് അവർക്ക് ഈ ഇങ്ങനെയുള്ള ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ലിക്വിഡ് ക്യാഷ് അവർക്കുണ്ടോ അല്ലെങ്കിൽ ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫേമിനുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ ആ ലിക്വിഡിറ്റി പൊസിഷൻ അറിയാൻ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിലൂടെ, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, റേഷ്യോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്സ്. അതുപോലെ തന്നെ the amount of current liability determines the liquidity position of a firm. ഇത് സ്ഥാപനത്തിലെ ലിക്വിഡിറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ഈ കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി പൊസിഷൻ സേഫ് ആണ്, അതായത് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്താൽ ദെൻ അവർ പറയുന്ന സമയത്ത് ക്യാഷ് കിട്ടുമോ എന്നുള്ളത് അവർക്ക് അറിയണം. ദെൻ മറ്റൊന്ന് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്ക് അറിയണം, അത് ആസ്തി അറിയണം, ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ദെൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. കാരണം ഇവർക്ക് ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്ഥാപനത്തിന് ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വേണം, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും കറക്റ്റ് സമയത്ത് അവർക്ക് മടക്കി കിട്ടണം. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ സ്ഥാപനത്തിന് പ്രോഫിറ്റ് വേണം, അപ്പോൾ അവർക്ക് പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് അറിയണം. ദെൻ അതുപോലെ തന്നെ അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മടക്കി കിട്ടണമെങ്കിൽ അതിനുള്ള ആസ്തി സ്ഥാപനത്തിലുണ്ടോ എന്ന് അറിയണം. ഇതൊക്കെ അറിയുന്നതിനും ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിനെ സംബന്ധിച്ചുള്ള അവരുടെ സാലറി, ദെൻ അവർക്ക് കിട്ടേണ്ട മറ്റ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ ഈ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഗവൺമെന്റ് ആണ്, ടാക്സ് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഗവൺമെന്റിനും ഈ ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രേഡ് അസോസിയേഷൻസ് ആണ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണെങ്കിൽ ഇവിടെ ഇൻഫർമേഷൻസ് ചെയ്ത് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അറിയാൻ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് കൂടാതെ ഇപ്പറഞ്ഞ പാർട്ടികളെല്ലാം ഈ ഫിനാൻഷ്യൽ അനാലിസിസിൽ താല്പര്യമുള്ളവരാണ്, ഈ ഡാറ്റാസ് യൂസ് ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലെ വിവിധ ഐറ്റംസ് എടുത്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും സോൾവൻസിയും ഒക്കെ അസസ് ചെയ്യുന്ന നിർണ്ണയിക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്? എന്തൊക്കെയാണ് വിവിധ തരം ഫിനാൻഷ്യൽ അനാലിസിസ്? ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ് മെയിൻലി ക്ലാസിഫൈഡ് into 3. Then on the basis of material used, then second on the basis of method of operation, and on the basis of objectives. Then first on the basis of material used, അതായത് ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അനാലിസിസ് നടത്തുന്നത്, ഏതൊക്കെയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ there are 2 types of analysis, external analysis and internal analysis. Then external analysis, പേരിൽ തന്നെ അറിയാം, external analysis
is done by outsiders to the business. അതായത് ബിസിനസ്സിന് പുറത്തുള്ളവരാണ്. ഇന്റേണൽ പാർട്ടീസ് അല്ല, എക്സ്റ്റേണൽ പാർട്ടീസ് എക്സ്റ്റേണൽ ടു ബിസിനസ്. then അവരെ സംബന്ധിച്ചിടത്തോളം they do not have access to the internal accounting records. അതായത് ബിസിനസിന്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ ഇന്റേണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒന്നും അവർക്ക് അവൈലബിൾ അല്ല. the only records available to them is the published financial statements. അതായത് സ്ഥാപനം ഓരോ വർഷത്തിന്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന പബ്ലിഷ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവരുടെ കയ്യിലുള്ള റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സ് വെച്ചിട്ട് അവർ നടത്തുന്ന അനാലിസിസിനാണ് നമ്മൾ പറയുക എക്സ്റ്റേണൽ അനാലിസിസ്. ബിസിനസ്സിന് പുറത്തുള്ളവർ, ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ്, ഇങ്ങനെ ബിസിനസ്സിന് പുറത്തുള്ളവർ നടത്തുന്ന അനാലിസിസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഡാറ്റാസ് വെച്ചിട്ട് അവർ നടത്തുന്ന അനാലിസിസിനാണ് പറയുക എക്സ്റ്റേണൽ അനാലിസിസ്. നെക്സ്റ്റ് ഇന്റേണൽ അനാലിസിസ്. ഇന്റേണൽ അനാലിസിസ് നമുക്കറിയാം, എക്സ്റ്റേണൽ പറഞ്ഞാൽ അറിയാം. ഇന്റേണൽ അനാലിസിസ് ഡൺ ബൈ പാർട്ടീസ് ഇന്റേണൽ ടു ദ ബിസിനസ്, എക്സാമ്പിൾ മാനേജ്മെന്റ്. ദെൻ അവരെ സംബന്ധിച്ചിടത്തോളം they have access to all types of accounting information. അതായത് ഈ പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അല്ലാതെ ബിസിനസിന്റെ ഉള്ളിലുള്ള എല്ലാ അക്കൗണ്ടിങ് ഡേറ്റാസും അവർക്ക് അവൈലബിൾ ആണ്. ഇന്റേണൽ അനാലിസിസിന് മെറ്റീരിയൽസ് ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് ഇൻഫർമേഷനും വെച്ചിട്ട് ഇന്റേണൽ പാർട്ടീസ് നടത്തുന്ന അനാലിസിസിനാണ് നമ്മൾ എന്താ പറയുക ഇന്റേണൽ അനാലിസിസ്. Then second one, on the basis of modus operandi. Modus operandi means method of operation. എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നത്? Then there are two types of analysis on this basis. First one, horizontal analysis. Second one, vertical analysis. Then horizontal analysis. Horizontal analysis refers to the comparison of financial data of a company for several years. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ കുറേ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ ഡാറ്റ എടുത്തിട്ട് കമ്പയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ബാലൻസ് ഷീറ്റ്, ഒരു 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്തുകൊണ്ട് ആ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന സെയിം ഐറ്റംസ് തമ്മിൽ, ഡിഫറെന്റ് പീരീഡിലെ സെയിം ഐറ്റംസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ദെൻ ഈ അനാലിസിസിന് മറ്റൊരു പേര് പറയും ഡൈനാമിക് അനാലിസിസ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ അനാലിസിസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സെയിം ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റും ദെൻ കഴിഞ്ഞ 3 വർഷങ്ങൾ മുൻപുള്ള 3 വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റും എടുക്കുന്നു. ദെൻ അതിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതായത് ഈ വർഷത്തെ കറണ്ട് അസറ്റും മുൻപുള്ള 3 വർഷങ്ങളിലെ കറണ്ട് അസറ്റ്സിന്റെ എമൗണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിൽ ഇൻക്രീസ് ഉണ്ടോ ഡിക്രീസ് ഉണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഈ വർഷത്തിൽ, കഴിഞ്ഞ വർഷങ്ങളിലെ എത്ര പെർസെൻറ്റേജ് ഈ വർഷം ഇൻക്രീസ് വന്നു, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നു. ദെൻ ഈ അനാലിസിസ് ആണ് നമ്മൾ പറയുക ഹൊറിസോണ്ടൽ അനാലിസിസ്. ആ ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ ടൂൾസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അതായത് കുറേ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ ട്രെൻഡ് അനാലിസിസ്, അതായത് കുറേ വർഷങ്ങളിലെ ഡാറ്റ എടുത്തിട്ട് അതിൽ ഒരു ബേസ് ഇയറിനെ മറ്റു വർഷമായിട്ട് കമ്പയർ ചെയ്തിട്ട് ദെൻ ഓരോ ഐറ്റവും ഇൻക്രീസ് ഉണ്ടോ ഡിക്രീസ് ഉണ്ടോ, ഇൻക്രീസ് ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ്, ഇത് അനലൈസ് ചെയ്യുന്നതാണ് ട്രെൻഡ് അനാലിസിസ്. ഇത് രണ്ടും ഹൊറിസോണ്ടൽ അനാലിസിസിൽ വരുന്ന ടൂൾസ് ആണ്. ദെൻ second one, vertical analysis. Vertical analysis refers to the study of relationship of the various items in the financial statements of one accounting period. അതായത് ഹൊറിസോണ്ടലിൽ നമ്മൾ കുറേ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നത്. വെർട്ടിക്കൽ അനാലിസിസിൽ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അപ്പം നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. അപ്പോൾ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എടുക്കാം. ഇതിലുള്ള ഡിഫറെന്റ് ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻസ്, ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ ഇതിൽ വരുന്നത് ഇപ്പോൾ ഡാറ്റാസ് ടേക്കൺ ഫ്രം ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ബാലൻസ് ഷീറ്റിലെ ഡാറ്റ എടുക്കുന്നു, ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ നിന്നും ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷത്തെ തന്നെ ബാലൻസ് ഷീറ്റിലുള്ള ഒരു അസറ്റോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഡിഫറെന്റ് ഐറ്റംസ് എടുക്കുന്നു. അങ്ങനെ നടത്തുന്ന അനാലിസിനാണ് എന്താ പറയുക വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുക. വെർട്ടിക്കൽ അനാലിസിസ് നമ്മൾ പേര് പറയും സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ അനാലിസിസ് ഡൈനാമിക് ആണെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ് സ്റ്റാറ്റിക് ആണ്. അപ്പോൾ വെർട്ടിക്കൽ അനാലിസിന്റെ ടൂൾസ് എന്ന് പറയുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് മീൻസ് നമ്മൾ ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ ടോട്ടലിന്റെ എത്ര ഭാഗമാണ് ഓരോ ഐറ്റം എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയുക കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വരുന്നത് റേഷ്യോ അനാലിസിസ്. അതായത് ഈ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഉള്ള ഡിഫറെന്റ് ഐറ്റംസ് അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. അതാണ് ഈ വെർട്ടിക്കൽ അനാലിസിസിൽ ഉള്ള ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്താണ്, വെർട്ടിക്കൽ അനാലിസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും.
Then third classification on the basis of objectives or time horizon. Then on the basis of objective or time horizon, for two types of analysis, short term analysis and long term analysis. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്, അതിന്റെ ഒബ്ജക്റ്റ് എന്താണ്, ആ ഒബ്ജക്റ്റിന്റെ ബേസിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ ആണിത്. ദെൻ അതിൽ ഷോർട്ട് ടൈം അനാലിസിസ് ഉണ്ട്, ലോങ് ടൈം അനാലിസിസ് ഉണ്ട്. ദെൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ടു അസസ് ദ ലിക്വിഡിറ്റി, അതൊരു സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ, ലിക്വിഡിറ്റി എന്താ ഞാൻ പറഞ്ഞു, അതായത് പെട്ടെന്ന് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള, ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്, അതാണ് അനലൈസ് ചെയ്യേണ്ടെങ്കിൽ അവിടെ ഷോർട്ട് ടൈം അനാലിസിസ് ആണ് നടത്തുക. ദെൻ ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് സോൾവൻസി, സ്റ്റെബിലിറ്റി and profitability of a firm is analyzed, then we use long term analysis. അതായത് നമ്മൾക്ക് നേരെ മറിച്ച് നമ്മൾക്ക് അനലൈസ് ചെയ്യേണ്ടത് സോൾവൻസി ആണ്, അതായത് അവരുടെ ദീർഘകാല കടങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി, അതാണ് മെഷർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ ഫേമിന്റെ സ്റ്റെബിലിറ്റി ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി ആണ് നമ്മൾക്ക് അനലൈസ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ നടത്തുക ലോങ് ടേം അനാലിസിസ് ആണ്. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനാലിസിസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ടൈപ്സ് ഓഫ് അനാലിസിസ്, പ്രത്യേകിച്ചും ഹൊറിസോണ്ടൽ അനാലിസിസ്, വെർട്ടിക്കൽ അനാലിസിസ്. ഇത് then we can see the difference between horizontal analysis and vertical analysis. Horizontal analysis ഉം vertical analysis ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? Then horizontal analysis ൽ നമുക്കറിയാം requires financial statements for a certain number of years, അതായത് 4-5 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് അതിൽ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ അനാലിസിസ് നടത്തണമെങ്കിൽ നമുക്ക് കുറേ വർഷം, ഒന്നിലധികം വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. ദെൻ വെർട്ടിക്കൽ അനാലിസിസിൽ ഇറ്റ് റിക്വയർസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് 1 ഇയർ. കാരണം വെർട്ടിക്കൽ അനാലിസിസ് നമ്മൾ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എടുത്തിട്ടാണ് വെർട്ടിക്കൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ വെർട്ടിക്കൽ അനാലിസിസിന് ആവശ്യമുള്ളൂ. ഹൊറിസോണ്ടൽ അനാലിസിസ് റിക്വയർസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ മോർ ദാൻ 1 ഇയർ. Then next difference is that horizontal analysis deals with the same item of different periods. അതായത് വ്യത്യസ്ത പീരീഡുകളിലെ സെയിം ഐറ്റം ആണ് ഹൊറിസോണ്ടൽ അനാലിസിസിൽ വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ കറണ്ട് അസറ്റ്സ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്, അല്ലെങ്കിൽ റിസർവ്സ്, അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റീസ്, ഇതൊക്കെ ഇതേ ഐറ്റം തന്നെയാണ്. ഈ വർഷത്തെ കറണ്ട് അസറ്റ്സ് എടുക്കുക, അത് കഴിഞ്ഞ വർഷങ്ങളിലെ കറണ്ട് അസറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് കഴിഞ്ഞ വർഷങ്ങളിലെ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കുക, ആ പ്രോഫിറ്റ് ഈ വർഷത്തെ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ സെയിം ഐറ്റംസ് ആണ് കമ്പയർ ചെയ്യുന്നത് ഓഫ് ഡിഫറെന്റ് പീരീഡ്സ്. അതായത് വ്യത്യസ്ത പീരീഡുകളിലെ സെയിം ഐറ്റം ആണ് ഹൊറിസോണ്ടൽ അനാലിസിസിൽ അനലൈസ് ചെയ്യപ്പെടുന്നത്. ദെൻ വെർട്ടിക്കൽ അനാലിസിസിൽ നമുക്കറിയാം, വെർട്ടിക്കൽ അനാലിസിസിൽ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഐറ്റംസ് ആണ്. ഇത് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഡിഫറെന്റ് ഐറ്റംസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഡീൽസ് വിത്ത് ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് ദ സെയിം പീരീഡ്, ഒരേ പീരീഡിലെ വ്യത്യസ്ത ഐറ്റംസ് ആണ് വെർട്ടിക്കൽ അനാലിസിസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഇൻ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് ആൻഡ് പെർസെൻറ്റേജസ്. അതായത് ഹൊറിസോണ്ടൽ അനാലിസിസിൽ ചേഞ്ചസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ചേഞ്ചസ് അത് എമൗണ്ടിലും തരും, അതുപോലെ തന്നെ പെർസെൻറ്റേജിലും തരും. നമ്മൾ 2 വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ ബാലൻസ് ഷീറ്റാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ, അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ ആ 2 വർഷത്തെ കറണ്ട് അസറ്റ്സോ കറണ്ട് ലയബിലിറ്റീസോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സോ ലോങ് ടൈം ലയബിലിറ്റീസോ ഒക്കെ ദെൻ അത് കഴിഞ്ഞ വർഷത്തേലും എത്രമാത്രം ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ് ഈ വർഷം ഉണ്ടായത്, അത് എമൗണ്ട് ആയിട്ട് കാണിക്കും. ദെൻ അതേപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കും. ദെൻ vertical analysis percentage, it provides information in percentages only. Vertical analysis percentage il matramana information therya, ratio anengil ratios aanu, trend percentage aanu, common size statement anengil adu percentage ilana therya, figures il data therilla. Then next horizontal analysis used for time series analysis. Idu kore varshangalladana, adu time series analysis aanu. Then vertical analysis it is generally used for interfirm analysis. അതായത് vertical analysis സാധാരണ interfirm, അതായത് ഫേമിന്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങൾ കമ്പയർ interfirm analysisനാണ് vertical analysis യൂസ് ചെയ്യുന്നത്. Then next one, horizontal analysis
ഓൾസോ നോൺ ആസ് ഡൈനാമിക് അനാലിസിസ്. ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ അനാലിസിസ് ഡൈനാമിക് ആണ്, കാരണം കുറേ വർഷങ്ങളിലെ ഐറ്റംസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടാവും. ഡൈനാമിക് ആണ്. ദെൻ വെർട്ടിക്കൽ അനാലിസിസ് ഇസ് സ്റ്റാറ്റിക് അനാലിസിസ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ അനാലിസിസ് ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്. നിങ്ങൾക്ക് എക്സാമിന് പൊതുവെ തിയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇത് പഠിക്കുക. ദെൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യൂവേഴ്സ് കുറവായിട്ടാണ് കണ്ടത്. ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ട് നോട്ടിലേക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ദെൻ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.